യാത്രകൾ യാത്രകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു കാലങ്ങളോളം. അതിരാവിലെ ഉള്ളൊരു യാത്രയാണിത്. ഇത് നേര്യമംഗലം. എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ നേര്യമംഗലം പാലം. മൂന്നാറിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഇത്. 1924 മഹാപ്രളയത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽപാതയും റോപ്പ് വേയും തകർന്നു. തുടർന്ന് ഹൈറേഞ്ചിൽ നിന്ന് കൊച്ചിയിലേക്ക് തേയില, സുഗന്ധവിളകൾ, മരങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നതിന് ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് പുതിയ റോഡും പെരിയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കാൻ മഹാറാണി സേതുലക്ഷ്മിബായി ഉത്തരവിട്ടു. 1924 നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1935 മാർച്ച് 2 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പാലം തുറന്നുകൊടുത്തു. എറണാകുളം മൂന്നാർ റൂട്ടിലെ മനോഹരമായൊരു കാഴ്ചയാണിത്. ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചീയപ്പാറ കേരളത്തിലെ ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചീയപ്പാറ വെള്ളച്ചാട്ടം വളരെയേക്കാൾ ഗംഭീരമാണ്. 7 പടികളിലൂടെ വെള്ളം താഴേക്ക് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് അടിമാലി. ഇത് ഇടുക്കി ടൗൺഷിപ്പിന്റെ ഭാഗമാണ്. കൊച്ചിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത 49 അടിമാലി സ്ഥിതി ചെയ്യുന്നത്. നിരവധി വെള്ളച്ചാട്ടങ്ങളും താഴ്വരകളും കുന്നുകളും ഉള്ള ഒരു പ്രദേശത്താണ് അടിമാലി സ്ഥിതി ചെയ്യുന്നത്. കുരുമുളക്, ഏലം തോട്ടങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ പ്രദേശം. തണ്ണി, ആനച്ചാൽ, രാജക്കാട്, ശാന്തൻപാറ, വെള്ളത്തൂവൽ, മുരിക്കാശ്ശേരി, തോപ്രാംകുടി, പണിക്കൻകുടി, കല്ലാർകുട്ടി തുടങ്ങി സമീപത്തെ നിരവധി ചെറു പട്ടണങ്ങളുടെ വാണിജ്യ കേന്ദ്രമായി പതിറ്റാണ്ടുകളായി അടിമാലി പ്രവർത്തിക്കുന്നു. അടിമാലി പ്രദേശത്തിന്റെ പഴയ പേര് മണ്ണാംകണ്ടം എന്നായിരുന്നു. ഈ പേര് മന്നാൻ ഗോത്രക്കാർ ഒരു കാലത്ത് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. മുതുവാൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് ആദിവാസി വിഭാഗങ്ങളും അടിമാലിയിൽ താമസിച്ചിരുന്നു. മൂന്നാറിന്റെ സാമീപ്യത്തിനാലും പ്രകൃതി പരിസ്ഥിതിക്കും അടിമാലി അറിയപ്പെടുന്നു. റോഡുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മാർക്കറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങി മിക്കവാറും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അടിമാലിയിലുണ്ട്. ആഹാ, എന്താ പറയുക! കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല റിസോർട്ടായിരുന്ന ഈ മൂന്നാറിനെ പറ്റി എന്തു പറയാൻ? ഇത് അനുഭവിച്ചു മാത്രം അറിയേണ്ടതാണ്. അല്ലാതെ വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല ഈ മൂന്നാർ. അതിനാലാണ് ഈ സ്ഥലത്തെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്നത്. ഞാൻ കണ്ട മൂന്നാറാണ് ഈ വീഡിയോയിൽ.
എല്ലായിടത്തും പ്രകൃതി ഭംഗിയുള്ള ഒരു റൊമാൻറ്റിക് പ്രദേശമാണ് മൂന്നാർ. മുതിരപ്പുഴ, നല്ല തണ്ണി, കുണ്ടള എന്നീ 3 മലനിരകളുടെ സംഗമ സ്ഥാനത്താണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ എന്ന വാക്കിന് മലയാളത്തിൽ 3 നദികൾ എന്നാണ് അർത്ഥം. ആയിരക്കണക്കിന് വർഷങ്ങളായി മലയരയൻ, മുതുവാൻ തുടങ്ങിയ വേട്ടക്കാരായ ഗോത്രവർഗക്കാർ ആയിരുന്നു ഇവിടത്തെ നിവാസികൾ. ആദ്യകാലങ്ങളിൽ തമിഴരും ചുരുക്കം ചില മലയാളികളും മാത്രമേ ഇവിടെ താമസിച്ചിരുന്നുള്ളൂ. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായാണ് ഇവരെ കൊണ്ടുവന്നത്. ടിപ്പു സുൽത്താന്റെ തിരുവിതാംകൂറിലെ പടയോട്ടത്തിനിടെ മൂന്നാർ വഴി കടന്നുപോയ ആദ്യത്തെ ബ്രിട്ടീഷ് വ്യക്തിയായ വെല്ലിംഗ്ടൺ പ്രഭുവായ കേണൽ ആർതർ വെൽസ്ലി മൂന്നാറിന്റെ മനോഹാരിതയിൽ മനം മയങ്ങുകയും 1816, 1817 ബെഞ്ചമിൻ സ്ക്വൈൻ വാർഡ് ഈ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സർവേ നടത്തി 3 നദികളുടെ സംഗമസ്ഥാനത്ത് ഒരു ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ പിന്നെയാണ് മൂന്നാർ എന്ന സ്വപ്ന പ്രദേശം ലോകത്തിനു മുന്നിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. മൂന്നാർ സിറ്റിയിൽ നിന്ന് തന്നെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. കൊച്ചി ധനുഷ്കോടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ബസ് സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള CSI ക്രൈസ്റ്റ് ചർച്ചാണിത്. പ്ലാസ്റ്റർ ഇടാത്ത ചുവരുകളുള്ള പരുക്കനായി വെട്ടിയെടുത്ത ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതിനാൽ അതിമനോഹരമായ പള്ളിയാണിത്. മൂന്നാറിന്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ചുറ്റുപാടുകളിൽ മനോഹരമായ ഈ പള്ളിയും അതിനടുത്തായി ആർദ്രവും ശാശ്വതവുമായ സ്നേഹത്തിന്റെ പ്രതീകമായ ഒരു ശവകുടീരവും നിലകൊള്ളുന്നു. ഈ പള്ളി മൂന്നാറിന്റെ ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്നു. 1000-ലധികം തമിഴ് കുടുംബങ്ങൾ ഉള്ള CSI മൂന്നാർ പാസ്റ്റേറിന്റെ ആസ്ഥാനമാണ് പഴയ ഈ CSI ക്രൈസ്റ്റ് ചർച്ച്. മൂന്നാറിലെ ഏറ്റവും ആദരണീയമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി AD 1910 ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുണ്യസ്ഥലം അതിമനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലങ്ങൾക്ക് പ്രശസ്തമാണ്. ശാശ്വതമായ സ്നേഹത്തിന്റെ പ്രതീകമായി ആളുകൾ കാണുന്ന ഒരു സെമിത്തേരിയാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാറിലെ കാനൻ ദേവൻ തേയിലത്തോട്ടത്തിന്റെ മാനേജരായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇംഗ്ലീഷുകാരനായ ഹെൻറി മാൽസ്ഫീൽഡ് നൈറ്റിന്റെ ഭാര്യയാണ് എലീന ഇൻസ്ബെൽ. 1894 നവംബറിൽ വിവാഹിതരായ ശേഷം ദമ്പതികൾ മധുവിധുവിനായി മൂന്നാറിലെത്തി. മൂന്നാറിന്റെ മാസ്മരിക സൗന്ദര്യത്തിൽ മതിമറന്ന അവൾ തന്റെ മരണശേഷം തന്റെ മൃതദേഹം കുന്നിന് മുകളിൽ സംസ്കരിക്കാൻ തന്റെ പ്രിയപ്പെട്ടവനോട് കളിയായി ആവശ്യപ്പെട്ടു. ദുഃഖകരമെന്ന് പറയട്ടെ, അവൾ അടുത്ത ദിവസം രോഗബാധിതയായി ക്രിസ്മസിന് 2 ദിവസം മുമ്പ് മരിച്ചു. അളവറ്റ സ്നേഹത്തോടെയും വേദനിക്കുന്ന ഹൃദയത്തോടെയും നൈറ്റ് തന്റെ ഭാര്യയുടെ മൃതദേഹം കുന്നിന് മുകളിൽ സംസ്കരിച്ചു. പിന്നീട് 1911 ഈ CSI പള്ളി കല്ലറയുടെ പരിസരത്ത് സ്ഥാപിക്കപ്പെട്ടു. സെമിത്തേരിക്ക് ശേഷം നിർമ്മിച്ച ആദ്യത്തെ പള്ളിയായി CSI ക്രൈസ്റ്റ് ചർച്ച് മാറി. KFDC ഗാർഡൻ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ ഫ്ലോറികൾച്ചർ സെന്റർ ആണിത്. പൂക്കളും ഔഷധച്ചെടികളും ബോൺസായും വിവിധതരം പച്ചിലകളും നിറഞ്ഞ മനോഹരമായ ഉദ്യാനമാണിത്.
നഗരമധ്യത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഗാർഡനിൽ കേരളത്തിൽ അറിയപ്പെടുന്നതും അപൂർവവുമായ പൂക്കളുടെ വിശാലമായ ശേഖരമുണ്ട്. ഈ ഉദ്യാനം ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 5:45 വരെ തുറന്നിരിക്കും. ഇനിയും വരാം മൂന്നാറിലെ വിശേഷങ്ങളുമായി.